മമ്മൂട്ടി ചിത്രങ്ങളായ കൂലി, നദി മുതൽ നദി വരെ എന്നിവയുടെ കഥാകാരനായിരുന്നു പ്രിയദർശൻ. ആ രണ്ട് സിനിമയും അമിതാഭ് ബച്ചന്റെ ബോളിവുഡ് ചിത്രത്തിന്റെ കഥയായിരുന്നു. മോഹൻലാലിനെ നായകനാക്കി പൂച്ചയ്ക്കൊരു മൂക്കുത്തി എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെയാണ് പ്രിയൻ സംവിധായകനായി അരങ്ങേറുന്നത്. തുടർന്ന് ഓടരുതമ്മാവ, ആളറിയാം, ഒന്നാനം കുന്നിൽ ഓരടിക്കുന്നിൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷമാണ് മമ്മൂട്ടിയെ നായകനാക്കി പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ എന്ന ആദ്യ ചിത്രം പ്രിയൻ ഒരുക്കുന്നത്. കൊച്ചിൻ ഹനീഫയായിരുന്നു ചിത്രത്തിന്റെ രചയിതാവ്. കൊച്ചിൻ ഹനീഫ പ്രിയനോട് പറഞ്ഞത് രണ്ട് കഥകളായിരുന്നു. ഒന്ന് സ്വന്തം കഥയും രണ്ടാമത്തേത് സഞ്ജീവ് കുമാർ അമിതാഭ് ബച്ചൻ ചിത്രമായ ഫരാർ എന്ന ചിത്രത്തിന്റെ കഥയും. ബോളിവുഡിൽ സൂപ്പർ ഹിറ്റായി മാറിയ ഫരാറിന്റെ കഥയായിരുന്നു പ്രിയന് ബോധിച്ചത്. പക്ഷെ അമിതാഭ് ബച്ചൻ ചിത്രത്തിന്റെ പ്രമേയം മമ്മൂട്ടിയോടൊപ്പം ചേർന്ന് മുൻപ് 2 തവണ പ്രിയൻ മലയാളം സംസാരിച്ചപ്പോഴും തിരിച്ചടിയായിരുന്നു ഫലം. അതുകൊണ്ട് വീണ്ടും ഒരു ബച്ചൻ ചിത്രം മമ്മൂട്ടിയെ നായകനാക്കി റീമേക്ക് ചെയ്യണോ എന്നായിരുന്നു പ്രിയന്റെ ഭയം. എന്നാൽ അമിതാഭ് ബച്ചൻ ചെയ്ത റോളിലേക്ക് മറ്റൊരാളെ നോക്കാമെന്ന് കൊച്ചിൻ ഹനീഫ പറഞ്ഞു. സഞ്ജീവ് കുമാറിന്റെ റോളിൽ മമ്മൂട്ടിയെയും അമിതാഭ് ബച്ചന്റെ റോളിൽ ശങ്കറിനെയും പ്രതിഷ്ഠിച്ചു. പ്രിയൻ ഭയപ്പെട്ട പോലെ 1985 നവംബർ മാസം പ്രദർശനത്തിന് വന്ന പ്രിയന്റെ പ്രഥമ മമ്മൂട്ടി ചിത്രം തിയേറ്ററിൽ പരാജയം. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe here for more videos. Subscribe now. Thank you.